സന്തോഷത്തോടുകൂടി ഞാൻ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കേരള സർക്കാരിനും അതുപോലെ തന്നെ ബഹുമാനായിട്ടുള്ള അന്നത്തെ കൃഷിമന്ത്രിക്കും ബഹുമാനായിട്ടുള്ള ഇന്നത്തെ കൃഷിമന്ത്രി പ്രസാദിനും അന്നത്തെ കൃഷിമന്ത്രി ശ്രീ VS സുനിൽകുമാറിനും സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനും ഞാൻ ഈ വേദിയിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംസാരിക്കും. വളരെ സന്തോഷത്തോടെയാണ് മലയാള നാടിൻ്റെ മഹിമ ഉയർത്തുന്ന മറ്റൊരു മാതൃക നമ്മളെല്ലാവരും ചേർന്ന് ഇവിടെ തുറന്നു വയ്ക്കുന്നത്. അന്യ സംസ്ഥാനത്ത് നിന്ന് അതിഥിയായി എത്തിയ ഒരു കുടുംബത്തിന് സൗകര്യപ്രദമായ ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതിന് കൈകോർത്ത് പിടിച്ച ഏവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അനുമോദിക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അവസരത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. വൈഗ എന്ന കാർഷിക പരിപാടി വളരെ ഗംഭീരമായ നിലയിൽ കാർഷിക മേഖലയിലെ സർവവശങ്ങളും സവിസ്തരം ചർച്ച ചെയ്തുകൊണ്ടും അതിഗംഭീരമായിട്ടുള്ള പ്രദർശനം ഉൾപ്പെടെ സംവിധാനം ചെയ്തുകൊണ്ട് നടന്ന വലിയൊരു പരിപാടിയാണ്. ഈ പരിപാടിയുടെ ഭാഗമായി ലഭിച്ച ലാഭം കൊണ്ട് 4 വീടുകൾ പണിയാൻ കൃഷി വകുപ്പിന് സാധിച്ചു എന്നുള്ളത് വളരെയധികം ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. ഇവിടെ വൈഗ പദ്ധതിയിലൂടെ കൃഷി വകുപ്പ് വലിയ ഒരു മാതൃകയാണ് സൃഷ്ടിച്ചത്. നമ്മുടെ പ്രിയങ്കരനായ അഫ്സൽ ഈ താക്കോൽ ഏറ്റുവാങ്ങുന്ന ചെറുപ്പക്കാരൻ 3 തവണ തുടർച്ചയായി ഉറുദു പ്രസംഗത്തിന് 1ാം സമ്മാനം A ഗ്രേഡ് കരസ്ഥമാക്കി സംസ്ഥാന കലോത്സവത്തിൽ തിളങ്ങിയ ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഈ താക്കോൽ ഏറ്റുവാങ്ങിയതിനു ശേഷം അഫ്സൽ ഉറുദുവിൽ ഒരു നന്ദി പ്രകടനം ഇവിടെ നടത്തുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു മികവിന്റെ കൂടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും മുൻ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന നമ്മുടെ ശ്രീ VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കൾ മുൻകൈയെടുത്ത് വൈഗ പദ്ധതിയിലൂടെ സമാഹരിച്ച തുക ഇങ്ങനെ ഒരു 4 വീട് വെച്ച് നൽകുന്നതിന്റെ കൂട്ടത്തിൽ അഫ്സലിനും ഒന്ന് പണിയണമെന്ന് തീരുമാനമെടുക്കുകയുണ്ടായി. അത് കുറച്ച് ത്വരിതപ്പെടുത്തുന്നതിന് ഒരു നിമിത്തമായി മാറാൻ ഞാനും അതുപോലെ നമ്മുടെ MLAയും പങ്കെടുത്ത അദാലത്തിലൂടെ ഞങ്ങൾക്കും സാധിച്ചു. നമ്മുടെ അവസലിന് ഭദ്രമായ അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഒരു ഭവനം നൽകാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും അഭിനന്ദനം ഏറ്റുവാങ്ങേണ്ട 3 പേർ ശ്രീ ഫസൽ പുത്തൻകാട്ടിൽ, ശ്രീ സുരേഷ് അമ്മനത്ത് നമ്മുടെ വീടുണ്ടാക്കിയ ജനപ്രതിനിധി കൂടിയാണ്, അതുപോലെ സൈനുദ്ദീൻ കരുവന്നൂർ. ഈ 3 സുമനസ്സുകളായ വ്യക്തികളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി അഭിനന്ദിക്കുകയാണ്. അതുപോലെ താക്കോൽ ഏറ്റുവാങ്ങി വീട്ടുകാരനായി മാറുന്ന നമ്മുടെ അവസൽ ഇപ്പോ വീടിന്റെ ചുമതലകൾ, കുടുംബത്തിന്റെ ചുമതലകൾ വഹിക്കുന്ന ഒരു യുവാവായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. കലോത്സവം, ഉറുദു പ്രസംഗവും കുട്ടിക്കാലവും ഒക്കെ വിട്ട് യൗവനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചുമതലകളുടെ ലോകത്തേക്കാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇനിയും അവസലിന്റെ കൂടെ ഉണ്ട് എന്നാണ് അവസലിനോട് പറയാനുള്ളത്. അല്ലേ സുഹൃത്തുക്കളെ? ഈ ഒരു വീട് വെച്ച് കൊടുത്തുകൊണ്ട് മാത്രമായില്ലേ, ഇനിയുള്ള ജീവിത യാത്രയിലും ഞങ്ങളൊക്കെ ഒപ്പമുണ്ട് എന്ന് അവസലിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ VS സുനിൽകുമാറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ താക്കോൽ കൈമാറ്റം ചെയ്യുകയാണ്. ഏവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.